നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ, അത് കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യണം. വേണ്ട, ആദ്യം ഇതു മതി. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ നിങ്ങളോട് തന്നെ സംസാരിച്ചിട്ടുണ്ടോ? തിരക്കുള്ള റോഡിലൂടെ നടക്കുമ്പോഴോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴോ നമ്മുടെ ഉള്ളിൽ ഒരാൾ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കും. ബാക്കിയുള്ളവർ ഇത് കാണുന്നുണ്ടോ അല്ലെങ്കിൽ കേൾക്കുന്നുണ്ടോ എന്ന് പേടിച്ച് നമ്മൾ പലപ്പോഴും രഹസ്യമായി കൊണ്ടു നടക്കുന്ന ഒന്നാണിത്. നമ്മൾ ഇതിനെ വിളിക്കുന്നത് ഇന്നർ മോണലോഗ് എന്നാണ്. പലപ്പോഴും നമ്മൾ കരുതാറുണ്ട് ഇങ്ങനെ സ്വയം സംസാരിക്കുന്നത് ഒരു തരം ഭ്രാന്താണെന്ന്. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സംശയിച്ചു പോകുന്ന നിമിഷങ്ങൾ. എന്നാൽ സത്യം അതല്ല. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിവൈഭവത്തിൻ്റെയും ഇമോഷണൽ ബാലൻസിൻ്റെയും അടയാളമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ശാസ്ത്രീയമായി പറഞ്ഞാൽ ഇത് മാനസിക അസ്വാസ്ഥ്യമല്ല, മറിച്ച് ഉയർന്ന തലത്തിലുള്ള ചിന്താശേഷിയുടെ ലക്ഷണമാണ്. സൈക്കോളജിയിൽ ഇതിനെ എക്സ്റ്റേണലൈസ്ഡ് തോട്ട് അല്ലെങ്കിൽ സെൽഫ് ടോക്ക് എന്ന് വിളിക്കുന്നു. ലോകത്തിലെ ഭൂരിഭാഗം ആളുകൾക്കും ഉള്ളിലൊരു സംസാരമുണ്ടെങ്കിലും ഇത് ഓരോരുത്തരിലും വ്യത്യസ്തമാണ്. ചിലർ വാക്കുകളായി കാര്യങ്ങൾ ഉള്ളിൽ കേൾക്കുമ്പോൾ മറ്റു ചിലർ ചിത്രങ്ങളായും വീഡിയോകളായുമാണ് ആലോചിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇതിന്റെ ഏറ്റവും പ്രധാന ഗുണം പ്രോബ്ലം സോൾവിംഗ് ആണ്. നമ്മുടെ ചിന്തകൾ പലപ്പോഴും ഒരു കാട് പോലെ ചിതറിക്കിടക്കുകയാകും. ആയിരക്കണക്കിന് കാര്യങ്ങൾ ഒരേ സമയം തലയിലൂടെ ഓടുമ്പോൾ അതിനെ ഒന്ന് ക്രമീകരിക്കാൻ പ്രയാസമാണ്. എന്നാൽ ആ ചിന്തകൾ വാക്കുകളായി പുറത്തുവരുമ്പോൾ അത് മനസ്സിനുള്ളിലായാലും ഉറക്കെ ആയാലും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. സങ്കീർണമായൊരു ഗണിത പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ ജീവിതത്തിലെ വലിയൊരു തീരുമാനമെടുക്കുമ്പോഴോ നമ്മൾ സ്വയം നിർദ്ദേശങ്ങൾ നൽകുന്നത് ആ പണി എളുപ്പമാക്കാനും തെറ്റുകൾ കുറയ്ക്കാനും സഹായിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഏറ്റവും മികച്ച അത്ലറ്റുകളും ബിസിനസ് ലീഡേഴ്സും ഈ ടെക്നിക് ബോധപൂർവം ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെ ഇൻസ്ട്രക്ഷണൽ സെൽഫ് ടോക്ക് എന്ന് വിളിക്കുന്നു. ഒരു ഒളിമ്പിക് താരം ഓട്ട മത്സരത്തിന്റെ അവസാന സെക്കൻഡുകളിൽ ശ്രദ്ധിക്കൂ, ഇനി വെറും 10 സെക്കൻഡ് കൂടി, നിന്റെ പരമാവധി ശ്രമിക്കൂ എന്ന് ഉള്ളിൽ മന്ത്രിക്കാറുണ്ട്. നീ ഇത് മുൻപും ചെയ്തിട്ടുണ്ട്, നിനക്കിത് സാധിക്കും. ഇങ്ങനെയുള്ള വാക്കുകൾ തലച്ചോറിലെ ഡോപ്പമിൻ നിലനിർത്താനും സമ്മർദ്ദഘട്ടങ്ങളിൽ ഏകാഗ്രത നഷ്ടപ്പെടാതെ കാക്കാനും സഹായിക്കുന്നു. നമ്മുടെ ശ്രദ്ധ ഒരിടത്ത് കേന്ദ്രീകരിക്കാൻ ഇതിലും മികച്ച മറ്റൊരു ഉപായമില്ല. ഇതുകൂടാതെ ആൻസൈറ്റി അല്ലെങ്കിൽ വലിയ പേടി തോന്നുമ്പോൾ നമ്മൾ സ്വയം സംസാരിക്കുന്നത് ഒരു സെൽഫ് തെറാപ്പി പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു വലിയ സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പോകുന്നതിന് മുൻപ് പേടിക്കേണ്ട കാര്യമില്ല, എല്ലാവരും നിന്നെപ്പോലെയുള്ള മനുഷ്യരാണ്, ഇതൊക്കെ നിനക്ക് കൈകാര്യം ചെയ്യാവുന്നതേയുള്ളൂ എന്ന് നിങ്ങളോട് തന്നെ പറയുന്നത് നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തെ ശാന്തമാക്കുന്നു. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യമോ സങ്കടമോ മാറ്റിയെടുക്കാനും ഈ ആന്തരിക സംഭാഷണം സഹായിക്കുന്നു. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ തനിച്ച് സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള കുഴവോ നാണക്കേടോ തോന്നേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല, മറിച്ച് നിങ്ങളുടെ തലച്ചോറിനെ ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ. ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ വേണം. നിങ്ങളുടെ ഈ ആന്തരിക സംസാരം എപ്പോഴും പോസിറ്റീവായിരിക്കണം. നീ എന്തിനും തോറ്റവനാണ്, നിനക്കൊന്നിനും കഴിയില്ല എന്ന് പറഞ്ഞ് സ്വയം തളർത്തുന്നതിനു പകരം അടുത്ത തവണ നീ ഇതിലും നന്നായി ശരിയാക്കും എന്ന് സ്നേഹത്തോടെ മനസ്സിനോട് പറയുക. നിങ്ങളുടെ ഉള്ളിലെ ആ ശബ്ദം നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാകാതെ ലോകത്തിലെ ഏറ്റവും വലിയ സുഹൃത്താക്കി മാറ്റുക. കാരണം ഈ ലോകത്ത് നിങ്ങൾക്ക് നിങ്ങളെക്കാൾ വലിയൊരു കൂട്ട് വേറെയില്ല.